എല്ലാവർക്കും സുഖാണല്ലോ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഒരു ട്രാവൽ വ്ളോഗാണ്. ആദ്യം നമ്മുടെ ചാനൽ 2-3 ട്രാവൽ വ്ളോഗ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഇവിടം വരെ അവിടെ അത്ര കുഞ്ഞു ഡിസ്റ്റൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ വയനാട്ടിൽ പോവാണ്. ഞങ്ങള് കൊറോണ തുടങ്ങിയ പിന്നെ അങ്ങനെ എങ്ങോട്ടും പോയിട്ടില്ല. ഒരു കൊല്ലം കൂടി ഞങ്ങൾ അച്ഛന്റെ വീട്ടിലോട്ട് പോവാണ്, വയനാട്ടിലേക്ക്. അപ്പൊ ഞങ്ങൾ അതിന്റെ ത്രില്ലിലാണ്. എങ്ങനെയാണെന്ന് അവിടെ എത്തിപ്പെട്ടാ മതി. അപ്പൊ കുഞ്ഞാച്ച, അച്ഛന്റെ അന്യൻ, ഞങ്ങളെ കൂട്ടാൻ വരും. അപ്പൊ കുഞ്ഞാച്ച വന്നാൽ ഞങ്ങൾ അച്ഛ പോക്കായിരിക്കും. ഇത് കണ്ടോ ഒരുത്തി നിക്കുന്നേ? ഒരാഴ്ചയായി 2 ബാഗ് ഇങ്ങനെ പാക്ക് ചെയ്ത് ഇത് കണ്ട് ഓരോ തോളിലും തൂക്കിയിട്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. കാര്യം കഴിഞ്ഞ ആഴ്ച അവർക്ക് സ്കൂളിൽ എക്സാം ഒക്കെ ആയിരുന്നു. പറഞ്ഞിട്ട് എന്നാ കാര്യം, എക്സാം ഒക്കെ ഒരു സെക്കൻഡറി ആയിപ്പോയി. ഇതായിരുന്നു മെയിൻ പരിപാടി. ഓരോ അമ്മേ ആ ഡ്രസ്സ് വേണോ, ഈ ഡ്രസ്സ് വേണോ, അതാണോ എടുക്കേണ്ടത്, അത് ഇതാണോ എടുക്കേണ്ടത്, ഇത് തന്നെ. എന്നാലും എക്സാം കഴിഞ്ഞിട്ട് ദിവസം ഉണ്ട്, എന്നിട്ട് എടുത്തു വെക്കാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. 2 പാക്ക് ചെയ്തത് ഇങ്ങനെ തോള തൂക്കിയിട്ടുണ്ട് നടപ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. നിലത്തിറക്കി വെക്കൂല, അറിയത്തില്ല. കണ്ണ് കാണുന്നതെല്ലാം അത് കൊണ്ട് വെച്ചിട്ട് ഇടക്കിടക്ക് പൊക്കിക്കൊണ്ട് നടക്കും. അപ്പൊ അവള് ബാഗ് കയറ്റി വെക്കാനായിട്ട് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടോ പോയി. അപ്പൊ ഇനി കുഞ്ഞാച്ചി ഇപ്പൊ വരും. അപ്പൊ ഇനി വയനാടൻ കാഴ്ചകൾ, പോകുന്ന വഴിക്കുള്ള കുറച്ച് വയനാടൻ കാഴ്ചകൾ കാണാം നമുക്ക്. അതാ കുഞ്ഞാച്ച വന്നു. ഞാൻ കൊറേ നേരം വെയിറ്റ് ചെയ്തിട്ട്. അപ്പൊ ഞങ്ങളത് പോവാണ്. ഞങ്ങൾ 2 യൂണിഫോം എന്റെ ട്രാവൽ. ഇത് ഇതിനകത്ത് ട്രാവൽ സാധനങ്ങളൊന്നുമല്ല, എന്റെ ബുക്സ് ആണ്. ക്ലാസ് ഉണ്ട്. ഇപ്പൊ ഒരു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. ടാറ്റ വീട് ഫോർ 5 days 6 days. കുറച്ച് പതുക്കെ വന്നായിരുന്നു. അപ്പൊ എനിക്ക് ഈസി. അപ്പൊ നമ്മള് ചുരം തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ഇതിന് 11 വളമുണ്ട്. ഹെയർ പിൻ ബെൻഡ് 11 ഉണ്ട്. പിന്നെ എന്തെല്ലാം ചരിത്രം ഉണ്ടല്ലോ എന്ന് പറയൂ. ചരിത്രോ എന്തെല്ലാം ഉണ്ട്? ആരാ കണ്ടുപിടിച്ച? ചരിത്രത്തിന്റെ പേര് പക്രുമല്ല, പക്രന്തളം ചുരം. പക്ഷെ അത് അറിയപ്പെടുന്ന കുറ്റ്യാടി ചുരം എന്നാണ്. കുറ്റ്യാടിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട് ചുരത്തിലോട്ട്. എന്താ അപ്പുറത്തെ ചുരമൊക്കെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ താമരശ്ശേരിന്ന് അങ്ങോട്ട് എത്ര കിലോമീറ്റർ? നമ്മുടെ അടിവാരത്തോട്ട് ചുരം വരെ. അതല്ല, ശരിക്കും താമരശ്ശേരി ചുരം എന്നാണല്ലോ പറയുന്നത്. അത്ര ദൂരെയാണല്ലോ ഉള്ളത്. അതുപോലെ തന്നെ ഇത് കുറ്റ്യാടി ചുരം പക്രന്തളം ചുരം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ. അതായത് പക്രൻ എന്ന് പറഞ്ഞ ആളാണ് ഈ ചുരം, ഈ വഴി കണ്ടുപിടിച്ചത്. പക്രന്തളം ചുരം, പക്രന്തളം ചുരം എന്നാണ് പേര്. പക്രൻ എന്ന് പറഞ്ഞ ആളാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഈ പേര്. വയനാട്, വെൽക്കം ടു വയനാട്. അങ്ങനെ നമ്മള് വയനാട്. അപ്പൊ ഇതാണതാ പക്രന്റെ ടോംബല്ലേ, പക്രനെ സംസ്കരിച്ച സ്ഥലം ഇതാണ്. എന്താ തണുപ്പ? എന്റെ അമ്മ, എനിക്ക് പേടിയാവുന്നു താഴോട്ട് കാണുമ്പോ. എന്റെ കാറ്റ്. ഞാനിപ്പോ കൂട്ടു. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ചുരത്തിന്റെ ഏറ്റവും മുകളിലാണ്. അവിടെയൊക്കെ നമ്മള് വന്ന വഴിയൊക്കെ കാണാം. അങ്ങോട്ട് ദൂരെ കാണിച്ചാൽ അവിടെ അവിടെ കോട വന്ന് മൂടിയിരിക്കുക, അല്ലെങ്കിൽ കാണാറുന്നത് റിസർവയർ. അതായത് കുറ്റ്യാടി ഡാം, പെരുവണ്ണാമൂഴിയുള്ളത്, കക്കയം, അതിന്റെയൊക്കെ വെള്ളം ഇങ്ങനെ കിടക്കുന്ന അങ്ങനെ ദൂരെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അവിടേക്ക് ഇങ്ങനെ കോട വന്ന് മങ്ങിയാ കിടക്കുന്നത്, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, ക്ലിയർ അല്ല.
എന്നാ തണുപ്പാണ്. അപ്പൊ ഈ ഭാഗം ഇത്ര നേരം നമ്മള് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലായിരുന്നു. ഇപ്പൊ നമ്മള് വയനാട്ടിലെത്തി. നീ ഇങ്ങോട്ട് തിരിച്ചു, ഇവിടെ നിന്ന് അങ്ങോട്ട് വയനാടാണ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ കാറ്റുണ്ട്, പക്ഷെ ഒരു തണുപ്പല്ല, ഒരു ചൂട് ഫീലാണ് ഉള്ളത്. ഇങ്ങോട്ട് നിൽക്കുമ്പോ എന്തോ ഒരു കുഴപ്പമില്ല, പക്ഷെ ഇങ്ങോട്ട് തിരിയുമ്പോ എന്തോ ഐസിനകത്ത് കയറിയിരുന്നു പോലെ തണുപ്പ്, ഭയങ്കര കാറ്റും, ടൊർണാഡോയുടെ കൂടി കാറ്റും. അതാണ് വയനാട് ക്ലൈമറ്റ്. ആ ഒരു മലയുടെ ഈ ഭാഗവും അപ്പുറത്തെ സൈഡ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കാറ്റ് കാരണം വണ്ടിക്കൊക്കെ പോകുമ്പോ ഗ്ലാസ് ഒക്കെ താത്തിയിട്ട് പോവുകയാണെങ്കിൽ, വിൻഡോ ഗ്ലാസ് താത്തിയിട്ട് പോവുകയാണെങ്കിൽ അത് ശരിക്കും ഫീൽ ചെയ്യും. ഇവിടെയൊക്കെ ഭയങ്കര ഒരു ചൂടായിരിക്കും. ആ വളവ് അങ്ങോട്ട് വളഞ്ഞ് വയനാട്ടിലേക്ക് കയറിയാൽ പിന്നെ വയനാടൻ ക്ലൈമറ്റ്. എന്റെ ഒരു വളവിൽ വെച്ച് മലയുടെ അപ്പുറം ക്ലൈമറ്റിന്റെ വ്യത്യാസം. ഈ ഒരൊറ്റ ബോർഡ് കണ്ടാൽ മതി എനിക്ക് വയനാട്ടിലെത്തിന്ന് മനസ്സിലാവാൻ. എനിക്കൊരു അത്ഭുതം. ഞങ്ങളുടെ മമ്മി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ രാവിലെ സ്വെറ്റർ ഇട്ടോണ്ട് പുറച്ച് മൂടിക്കൊണ്ട് നടക്കുമായിരുന്നു, അത്ര തണുപ്പായിട്ട്. കാറ്റ് വച്ചിട്ട് മുടി പറക്കുന്നു. അന്നേരം തിരിയും കോഴിക്കോട് ആ വശത്ത് നിന്നപ്പോ ഇതൊന്നുമില്ലായിരുന്നു, ഒരു ചൂടൻ കാറ്റായിരുന്നു. പക്ഷെ എന്ത് കാറ്റാണ്. അപ്പൊ നമ്മള് പോകുന്ന വഴിയാണ്. അപ്പൊ സ്ഥലത്തിന് പേരെന്താ? കുഞ്ഞോം എന്ത് കുഞ്ഞോം അതന്നെ കുഞ്ഞോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മള് ഒരു കടയിൽ കയറിയിട്ട് ഒരു സാധനം, മുളയരി പായസം, അതാണ് നമ്മുടെ സാധനത്തിന്റെ പേര്. ഈ മുളയരി എന്താന്ന് നിനക്കറിയാവോ? ഇത് നമ്മുടെ ഇതാണോ? മുളയില്ലേ, മുളം കൂട്ടങ്ങൾ. അപ്പൊ മുള ഒരു ഇടയ്ക്കിടയ്ക്ക് പൂക്കും. മുള പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നശിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പൊ മുളയെ പൂത്ത് കഴിയുമ്പോ അതിന്റെ അരി ഇങ്ങനെ നിലത്ത് വീഴും. അതൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് അതുകൊണ്ടുള്ള പായസം. അതാണ് ഇവിടെ ഇവിടെ ഒരു കടയില് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ചുട്ട ചിക്കനും ബീഫും കാടയും എല്ലാം ഉണ്ട്. അതാ അപ്പൊ നമ്മുടെ പായസം തരും. മുളയരി പായസം കുടിച്ചു നോക്കിട്ട് പറ. സൂപ്പർ. അതാണ് ചുട്ട ചിക്കൻ. ഞങ്ങള് ചുട്ട ചിക്കൻ ഇടാം. ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, കാടമുട്ട കബാബ്. ഇതുണ്ടോ, ഇതുണ്ടാക്കുന്ന ഇതാണിത്. നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നത്. ഒരു സ്റ്റിക്കിൽ 5 എണ്ണം. അത് പൊട്ടിക്കുന്നുണ്ടോ? ഉപ്പിട്ടു. ഇനി കുരുമുളക്. ജീരകം. നമ്മുടെ കബാബ് അങ്ങനെ ഇപ്പൊ റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ? കടക്ക് എന്തെങ്കിലും പേരുണ്ടോ? ആണോ? നമ്മൾ കണ്ടിട്ടില്ല. അതെ, മാനന്തവാടി റൂട്ടിൽ പോകുന്ന വഴിക്ക് കുഞ്ഞോ വന്ന സ്ഥലത്ത് ഇറങ്ങി നിങ്ങൾ കടയിൽ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ കബാബ് ചുട്ടതാണ് കേട്ടോ ചിക്കൻ. ചുട്ടതാണ്. അപ്പൊ നമ്മുടെ കാടമുട്ട കബാബ് ഇവിടെ റെഡി ആയിട്ട് കിട്ടി. കഴിച്ചു നോക്ക്. ചൂടാ ഇച്ചിരി കഴിയുമ്പോ ചൂട് പോകും. കഴിച്ചു നോക്ക്. അപ്പൊ സ്ഥലം ഓർമ്മയുണ്ടല്ലോ കുഞ്ഞോ. അപ്പൊ ഈ വഴിക്ക് പോകുന്നത് അവിടെ ഒരു ഹമ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഹമ്പൊക്കെ എറിഞ്ഞ് ചാടി പതുക്കെ ഇറങ്ങുമ്പോ ലെഫ്റ്റ് സൈഡില് ഈ കട കാണും. അപ്പൊ എല്ലാരും കയറി കഴിച്ച വസ്തു അപ്പാര ടേസ്റ്റ് ആണ്, സൂപ്പർ. പ്രത്യേകിച്ച് അവരുടെ കാടമുട്ട കബാബ്.
കാട ചുട്ടത് തിന്നോണ്ടിരിക്കുന്നു ടിറ്റു. ഞാനും മൈ ഫേവറേറ്റ് കാട ഫ്രൈ. ഫ്രൈ അല്ല, ചുട്ടത്. ഞാൻ ആദ്യം മനസ്സിൽ പറഞ്ഞാണല്ലോ. വയനാട് എന്ന് പറഞ്ഞാൽ വയലുകളുടെ നാടാണ്. അതാണ് വയനാട്. അതിലെ ഒരു ചിന്ന വയൽ, വലിയ വയൽ കാണാൻ പോകുന്നതേ ഉള്ളൂ. മാനന്തവാടി പുൽപ്പള്ളി റോഡിലോട്ട് അല്ല, അങ്ങനെ അവിടെ ഇടയ്ക്കുള്ള കാട്ടിലാണ് കുറുവാദ്വീപ് വിഭാഗത്തുണ്ട്. ആ കുറുവദ്വീപ്. എനിക്ക് പോണം കുറുവദ്വീപ്. അമ്മയെ പോയിട്ടില്ല, എനിക്ക് പോണം കുറുവദ്വീപില്. അതായത് കൂട്ടുമുളയുടെ അരിപ്പായസമാണ് നമ്മൾ കുടിച്ചത്. അതാ അപ്പൊ നമ്മള് കാട് കഴിഞ്ഞ് നാടെത്തി. ഈ സൈഡ് മുഴുവൻ തേക്ക് മരങ്ങളാണ്. ഇതിലേതേ വഴിയാണ് കുറുവാദ്വീപിലോട്ട് കയറുന്നത്. അതാ കുറുവാദ്വീപ് എന്നുള്ള ബോർഡ്. ഈ വഴി കൂടെ ഈ വഴി പോവാണെങ്കിൽ കുറുവാദ്വീപ് എത്തും. സെന്റ് മേരീസ് ഫൊറോണ പള്ളി, അത് തന്നെ നമ്മുടെ പള്ളി. ഇവിടെ മുള്ളംകല്ലിൻ പള്ളി, സെന്റ് മേരീസ്. അവിടുത്തെ ഉണ്ണീശപ്പള്ളി ഞങ്ങൾ പോകുന്ന പള്ളിയാണ്. ഇവരുടെ അത്ഭുതങ്ങൾ കടന്നിട്ടുണ്ട്. അത് നമ്മുടെ പുതിയ ഉണ്ണീശപ്പള്ളി. അത് ആദ്യം ഇതായിരുന്നു, ഇപ്പൊ മാറിയതാ ഈ പള്ളി. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോ വന്നാലേ ആദ്യം നോക്കുന്നത് അപ്പൊ ഇവിടെ ഈ വ്ളോഗ് ഇതവിടെ അവസാനിക്കാണ്. മമ്മിയുടെ ഒരു റോസാപ്പൂവും കൊണ്ടെത്താം. കൊറേ പൂക്കളുണ്ട്. അതെല്ലാം പിന്നെ വീണ്ടും കൊറേ വയനാടൻ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Stay home, stay safe.